എന്തുകൊണ്ട് വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചില്ല? വയനാടിന് മാത്രമായിട്ട് ഒരു സംരക്ഷണ കവചം ഒരുക്കാൻ ഇവർക്ക് പറ്റിയില്ല. അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ പറയും, കേരളത്തിലെ സാധാരണ മനുഷ്യർ പറയും, നരേന്ദ്രമോദി വയനാട്ടിൽ വന്നത് ഡിസാസ്റ്റർ ടൂറിസത്തിനാണെന്ന്. അദ്ദേഹം BJP പ്രതിനിധി പറയുന്നത് എന്താ? കേരള സർക്കാർ കണക്ക് കൊടുത്തില്ല, അല്ലെങ്കിൽ അവർ എസ്റ്റിമേറ്റ് കൊടുത്തില്ല, അങ്ങനെ അതിൽ കുറേ വീഴ്ചയുണ്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ, കേരള സർക്കാർ എസ്റ്റിമേറ്റ് കൊടുക്കുന്നതിലുള്ള വീഴ്ചയോ കണക്ക് കൊടുക്കുന്നതിലുള്ള വീഴ്ച അവിടെ നിൽക്കട്ടെ, നിങ്ങൾ എത്ര കോടി രൂപയുടെ പാക്കേജ് കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചു? ആ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അത് പ്രകാരമുള്ള എസ്റ്റിമേറ്റ് നിങ്ങൾ തരൂ, അല്ലെങ്കിൽ അതിനുള്ള പദ്ധതികൾ നിങ്ങൾ സമർപ്പിക്കൂ എന്നല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. കേരള സർക്കാർ ഇത് പ്രഖ്യാപിക്കട്ടെ എന്നാ. മറ്റ് സംസ്ഥാനങ്ങളോട് അങ്ങനെയല്ലല്ലോ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എന്തുകൊണ്ട് ബീഹാർ എന്ന് നിരന്തരം പറയുന്ന കേന്ദ്ര ധനകാര്യമന്ത്രി കേരളം എന്ന് ഒരിക്കൽ പോലും പറയാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? കേരളത്തിന് എയിംസ് കൊടുക്കുമെന്ന് പറഞ്ഞു, പലതും കൊടുക്കുമെന്ന് പറയുന്നു, പലതും കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സുരേഷ് ഗോപിയുടെയൊക്കെ അതിവൈകാരികതയിൽ പൊതിഞ്ഞു പിടിച്ചിട്ടുള്ള ആ സിനിമാ ഡയലോഗൊക്കെ നമ്മൾ കേട്ട് മടുത്തു. കേരളത്തിന് ഇവർ എന്ത് കൊടുക്കുന്നു എന്ന് പറയണ്ടേ? ഇനി ഇവർ പറയുന്നത് 12 ലക്ഷം രൂപ വരെയുള്ളവരുടെ ഇൻകം ടാക്സിൽ ഒഴിവ് കിട്ടുന്നതിനെ കുറിച്ചാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് എത്ര ശതമാനം ആളുകൾക്ക് ഒഴിവ് കിട്ടുന്നത്? അപ്പൊ ഇന്നത്തെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളുടെയും ചർച്ച എന്താ? 12 ലക്ഷം ആദായ ബഡ്ജറ്റ്. എന്താ ആദായ ബഡ്ജറ്റ്? നമ്മൾ ചില പെരുന്നാൾ കച്ചവടത്തിന് ചെല്ലുമ്പോൾ കാണും ഏതെടുത്താലും 30 രൂപ എന്ന്. അത് ഇപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയുന്നത് ചില സാധനത്തിന് മാത്രമേ 30 രൂപ ഉള്ളൂ, ബാക്കിയുള്ളതിനൊക്കെ 100-150 രൂപയാണ്. സമാനമാണ് ആദായ ബഡ്ജറ്റ് എന്ന് പറയുന്ന ആളുകളൊക്കെ ആദ്യം ഈ ബഡ്ജറ്റ് ഒന്ന് കുറെ കൂടി ആഴത്തിലൊന്ന് പരിശോധിക്കേണ്ടതാണ്. മുൻപ് പ്രഖ്യാപിച്ചതുപോലെ കോവിഡ് കാലത്ത് 10-20,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു, നാട്ടുകാർക്കൊന്നും കിട്ടിയില്ല, നാട്ടുകാർ വീണ്ടും തന്നെത്താൻ പണിയെടുത്ത് പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയുന്നതിന് തുല്യമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ഇവർ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഈ 12 ലക്ഷത്തിന്റെ പോലും ഇവിടെ മിഡിൽ ക്ലാസ്സിനെ എങ്ങനെയാണ് ഇവർ അടയാളപ്പെടുത്തുന്നത്? അപ്പർ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, അങ്ങനെ പലതരത്തിലുണ്ട്. ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്ക് 12 ലക്ഷം രൂപ വരുമാനം ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് തീരുമാനിച്ചത്? ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എങ്ങനെയാ അവർക്ക് തൊഴിലുണ്ടോ? തൊഴിലില്ലാത്തവന് ഈ സാലറീഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം കണ്ടുകൊണ്ടാണോ നിങ്ങൾ മിഡിൽ ക്ലാസ്സിനെ അഡ്രസ് ചെയ്യുന്നത്? ഇവിടുത്തെ സാധാരണ മനുഷ്യർ, അവർക്ക് തൊഴിൽ ഉറപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ അവർക്ക് എങ്ങനെയാണ് തൊഴിൽ കിട്ടുന്നത്? ആ തൊഴിൽ കിട്ടുന്നതിനുള്ള സംരംഭങ്ങൾ എങ്ങനെ തുടങ്ങപ്പെടുന്നു? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള MSMEകളൊക്കെ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ട്? കോവിഡ് കാലത്ത് പ്രതിസന്ധിയിൽപ്പെട്ട MSMEകളെ താങ്ങി നിർത്താനായിട്ട് എന്ത് സംരക്ഷണമാണ് നിങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത്?